ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തും വർഷയും തമ്മിൽ മുട്ടം വഴക്ക് നടക്കുകയാണ്. അതെ, നിന്റെ അച്ഛനും അമ്മയും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുടുംബക്കാർ തമ്മിൽ ചേരാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് എനിക്ക് അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വന്നതും നിന്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞ് വരേണ്ടി വന്നതും. എന്തായാലും പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛൻ ഒറ്റൊരുത്തൻ കാരണമാണ് അന്ന് എൻ്റെ അച്ഛൻ ജയിലിലായത്. അയാളുണ്ടല്ലോ, അയാൾ ഇതിനൊക്കെ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. വർഷയ്ക്കാണെങ്കിലോ ശ്രീകാന്ത് പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ വർഷ അവിടുന്ന് ദേഷ്യപ്പെട്ട് അവളുടെ ബാഗും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവാ, ഇനി എന്തിനാ വെറുതെ 10 ദിവസത്തെ അവധിയൊക്കെ എടുത്ത് ഈ വീട്ടിൽ നിന്ന് നമ്മൾ തമ്മിൽ ഇപ്പോഴേ സ്റ്റണ്ട് തുടങ്ങി. അങ്ങനെ വർഷ ദേഷ്യത്തിൽ ഇറങ്ങി പോവുക. അപ്പം ശ്രീകാന്ത് ആണെങ്കിലോ, വർഷ നീ ഇവിടെ നിൽക്ക്, നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്, വേണ്ട നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നീ തനിയെത്താനെ അങ്ങ് കഴിച്ചോന്നും പറഞ്ഞ് വർഷ അവിടുന്ന് പോയി. അപ്പം വർഷ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ കാറിൽ ഒരു പുള്ളിക്കാരൻ ഇതൊക്കെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ആള് മറ്റാരും അല്ല, നമ്മുടെ റോഷനാണ്. അപ്പം വർഷയും ശ്രീകാന്തും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും ഇവളും ഇവനും കൂടി തന്നെ ചതിച്ചതാണെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വർഷയോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ആ കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വർഷ ഇതൊന്നും നോക്കുന്നില്ല. പുള്ളിക്കാർ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ റോഡിൽ നടന്നു വരിക. ആ സമയത്താണെങ്കിൽ ഇവൻ പതുക്കെ ഇവൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി വർഷയെ ഉന്നം വെച്ച് കൊണ്ടുവരികയാണ്. ഈ സമയം ശ്രീകാന്ത് നമ്മുടെ വർഷ നടന്നു പോകുന്ന ആ സൈഡിലേക്ക് അവൻ്റെ ബൈക്കുമായിട്ട് വന്നു. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടത് പെട്ടെന്ന് തന്നെ റോഷൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഇവർ തങ്ങളിൽ ഇപ്പോഴേ തുടങ്ങിയല്ലേ വഴക്ക്, എന്തായാലും കൊള്ളാം, രണ്ടും രണ്ട് വഴി ആകുന്നത് കണ്ടെത്തി തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് ഇവൻ ഇവരുടെ ആ ഒരു നീക്കങ്ങളൊക്കെ നോക്കുക. ശ്രീകാന്ത് വർഷയുടെ അടുത്ത് വന്നു. അതിനുശേഷം വർഷയോട് പറഞ്ഞു, ദേ വണ്ടിയിൽ കയറ്, ഞാൻ കൊണ്ടുപോയി നിന്നെ ആക്കാം. വേണ്ട വേണ്ട, നിന്റെ വണ്ടിയിൽ എന്തായാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് വർഷ വാശി പിടിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ച് വർഷ ആ വണ്ടിയിൽ കയറി അവൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കും ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്കും ചെല്ലുകയാണ്. ഈ സമയത്താണെങ്കിലും ഒരു ചേച്ചിയുമായിട്ട് നമ്മുടെ രേവതി സംസാരിച്ചല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞതനുസരിച്ച് രേവതി നമ്മുടെ സച്ചിയെ ചെന്ന് കണ്ട് സച്ചിയോട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ച് പോവാണ്. ഈ സമയമാണെങ്കിലും നമ്മുടെ സച്ചിക്ക് ഫോണിലൊരു മെസ്സേജ് വന്നു. അപ്പോൾ സച്ചി ആ മെസ്സേജ് ഇങ്ങനെ നോക്കി. അതിനുശേഷം നമ്മുടെ സച്ചി വണ്ടി എടുത്ത് പോവാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. രേവതിയെ കണ്ടപാടെ തന്നെ, ഡേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ടുപോകരുതെന്ന്, നീ എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാൻ എങ്ങോട്ടാ പോവേണ്ടത്? വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ എന്നെ കയറ്റിയോ? ഇല്ല, നിങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞ് എൻ്റെ അമ്മായിയമ്മയും ചേട്ടൻ പുള്ളിയൊന്നും എന്നെ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. ഇനി ഞാൻ എങ്ങോട്ടാ പോവേണ്ടത്? എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഞാനിപ്പോൾ എങ്ങും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് രേവതി നമ്മുടെ സച്ചിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. സച്ചിയാണെങ്കിലോ ഇവിടുന്ന് പോയിക്കോണം, ഇല്ല ഞാൻ വണ്ടി കയറ്റി കൊല്ലുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ രേവതിയെ ആട്ടി ഓടിക്കുക. രേവതി ഒരു തരി പോലും അനങ്ങാണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം രേവതി ഇങ്ങനെ നിൽക്കുന്ന കാണുന്ന സമയത്ത് സച്ചിയാണെങ്കിലും, എടാ ഇവളെ പിടിച്ച് മാറ്റാനായിട്ട് ആരും ഇല്ലടാ ഇവിടെ എന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ സച്ചി നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണ്ടേ? ചുമ്മാ ഇങ്ങനെ ഒരു കാര്യം അറിയാണ്ട് ചുമ്മാ കിടന്ന് ചാടുക. സച്ചിയേട്ടാ, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യത്തിനാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കെന്ന് പറഞ്ഞു. രേവതി എന്ത് പറഞ്ഞിട്ടും സച്ചി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ശരി, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഒന്നും പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ വരും. അന്ന് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം രേവതി പറയാണ്. അങ്ങനെ നമ്മുടെ രേവതി വളരെ സങ്കടത്തോടു കൂടി ആ സ്ഥലത്ത് നിന്നും പോവുകയാണ്. അപ്പം സച്ചിയാണെങ്കിലോ എവിടെയെങ്കിലും പോയി തൊലയട്ടെ പുല്ല്. അങ്ങനെ ഇവൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുക. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എടാ അവൾക്ക് പറയാനുള്ളത് കൂടി നിനക്ക് കേൾക്കാറുന്നില്ലേ? നീ എന്താ അതൊന്നും കേൾക്കാതെ അവളുടെ മനസ്സറിയാതെ അവളിങ്ങനെ തള്ളി പറയുന്നത്? എടാ ഈ കല്യാണം എന്ന് പറയുന്നതുണ്ടല്ലോ വലിയ പൊല്ലാപ്പ് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒരുത്തൻ, നിന്റെ കല്യാണം വിളിക്കാനല്ലേ നീ വന്നത്? ഇപ്പം കണ്ടില്ലേ ആ പോയത്? എൻ്റെ തലയിൽ എൻ്റെ വീട്ടുകാരെ എടുത്തു വെച്ച ഭാരമാണ്. അവൾക്ക് എൻ്റെ അനുജൻ്റെ കല്യാണത്തിന് അവളെല്ലാം ഒത്താശം ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അവൾ നിന്ന് അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെക്കുറിച്ച് സംസാരിക്കുക. അപ്പോഴാണ് ഈ ഫോണിൽ മെസ്സേജ് വന്ന കാര്യം നമ്മുടെ സച്ചി ഓർക്കുന്നത്.
സച്ചി ആ ഫോണിൽ മെസ്സേജ് എടുത്ത് വായിക്കുമ്പം ആഹാ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇപ്പം തന്നെ ഞാൻ വരാമെന്നും പറഞ്ഞ് സച്ചി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി വണ്ടി എടുക്കുകയാണ്. അപ്പം ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ശ്രീകാന്ത് അവിടെ ചെന്നതും ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ അവനോട് സംസാരിച്ചു. എടാ ശ്രീ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ദേ നിന്റെ ഏട്ടനുണ്ടല്ലോ സച്ചി, അവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനിവിടെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ദേ ഇവിടെ വന്നിട്ട് ഗുരുത്വത്തിനാണ് ഇവിടുത്തെ ഓണർ ഇല്ലാണ്ടായി പോയത്. നീ എവിടെയെന്നൊക്കെ ചോദിച്ച് ഇവിടെ ഇരുന്ന് ചെടിച്ചട്ടിയൊക്കെ താഴെ ഇട്ടവും പൊട്ടിച്ചു. എൻ്റെ പൊന്നുമോനെ, നീ ഇപ്പം തന്നെ ഇവിടുന്ന് പോയിക്കോ. നിന്നെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. എടാ അതിന് അവനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഞാനിപ്പം വന്നത് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് എന്തായാലും ഇനി ജോലി ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു കുടുംബം കൂടി ആയില്ലേ. നമ്മുടെ ശ്രീകാന്ത് ഇതൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ സച്ചി അങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നു. സച്ചി വന്ന പാടെ തന്നെ ശ്രീകാന്തിനെ കണ്ടു. ശ്രീകാന്തിനെ എടുത്തങ്ങ് അടിക്കുകയാണ്. എടാ കുടുംബത്തിന് മുഴുവനും അപമാനം ഉണ്ടാക്കിയിട്ട് അവൻ ദാ ജോലി ചെയ്ത് ജീവിക്കാൻ വന്നിരിക്കുക. നിനക്കൊണ്ടല്ലോ നിന്നെയൊക്കെ തല്ലിക്കൊല്ലണമെന്നും പറഞ്ഞ് ശ്രീകാന്തിനെ സച്ചി പൊതിരെ തല്ലി. സച്ചിയുടെ തല്ലൊക്കെ കൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു, എടാ എന്നെ തല്ലരുത്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. അവൻ കുറച്ച് ദിവസം മുന്നേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. എടാ നിന്നോട് അച്ഛനും ഞാനും ഒക്കെ ചോദിച്ചതല്ലേ ആ പെണ്ണുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അവൻ കൂടെ നിന്ന് എൻ്റെ ഭാര്യയെ കൂടി വശത്താക്കിയിട്ട് അവളുടെ ഒത്താശയോട് കൂടിയല്ലേ നീ അമ്പലത്തിൽ പോയി ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞടാ. എൻ്റെ പൊന്ന് സച്ചി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഏട്ടത്തിക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടു സച്ചി ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. സച്ചി കലി പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീകാന്തിനെ കടിച്ചു കീറി കൊല്ലാനുള്ള അരിശത്തിൽ ഒരുവിധം എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ശ്രീകാന്തിൻ്റെ സച്ചിയുടെ അടുത്ത് നിന്ന് രക്ഷിക്കുകയാണ്. സച്ചി ആണെങ്കിലോ ഇവനെ കൊല്ലാനുള്ള കൊലവെറിയായിട്ട് നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എടാ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സ്നേഹിച്ചതല്ലേ അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു അവസരം വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് പറയാവുന്ന മാക്സിമം പറയാണ്. പക്ഷെ സച്ചി ഇതൊന്നും അംഗീകരിക്കുന്നേ ഇല്ല. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തുന്നതാണ്. അവിടെ ചെല്ലുന്ന വർഷയാണെങ്കിൽ അവിടെ ഇന്നത്തെ ഡബ്ബിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചേടാ ഇതാണല്ലോ ഇപ്പോൾ വീട്ടിൽ സംഭവിച്ചത്. എൻ്റെ പൊന്ന് സാറേ, 10 ദിവസം എന്നൊക്കെ ഞാൻ ലീവ് എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഇതേ ഇപ്പം പ്രേമത്തിനൊക്കെ വെറും 2 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ ആർക്കും പരസ്പരം ഒരു വിലയും ബന്ധവും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെയാണ് സാറേ ഇപ്പം നടക്കുന്നതെന്നും പറഞ്ഞ് വർഷ അവളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും നമ്മുടെ രേവതി സത്യങ്ങളൊക്കെ പറയാനായിട്ടിരുന്നു. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എല്ലാം കലങ്ങി മറിയും എന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്